ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോക ഭൂപടമാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ആരോ മാർക്കുകളാവട്ടെ എല്ലാം കപ്പലുകൾ തന്നെയാണ്. അത് ഫീഡർ വെസലാവട്ടെ, ലാർജ് വെസലാവട്ടെ, അൾട്രാ ലാർജ് വെസൽ 99.9% കപ്പലുകളാണ്. അതിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഫിഷിംഗ് ബോട്ടുകളുള്ളത്. ബാക്കിയെല്ലാം കപ്പലുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പോർട്ട് കാണാൻ പറ്റാത്ത വിധത്തിൽ തന്നെ കപ്പലുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാനായി സാധിക്കും. അതാണ് നമ്മുടെ പോർട്ടിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന്റെ സ്ട്രാറ്റജിക് ലൊക്കേഷന്റെ തൊട്ടടുത്തു കൂടിയാണ് ഈ കപ്പലുകളെല്ലാം കടന്നു പോകുന്നത്. അതായത് തൊട്ടടുത്തെന്ന് പറയുമ്പോൾ 10 നോട്ടിക്കൽ മൈൽ അകലെ അല്ലെങ്കിൽ 18.5 കിലോമീറ്ററിന്റെ അടുത്തു കൂടിയാണ് നമ്മൾ ഈ കാണുന്ന കപ്പലുകളെല്ലാം കടന്നു പോകുന്നത്. അതായത് ചൈനയിൽ നിന്നൊരു കപ്പൽ വന്നു കഴിഞ്ഞാൽ ആഫ്രിക്ക വഴി ചുറ്റാതെ സൂയിസ് കനാൽ വഴി, സൂയിസ് കനാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ടിന്റെ തൊട്ടടുത്താണ് നമ്മുടെ പോർട്ടുള്ളത്. അതായത് ഷോർട്ട് കട്ടിന്റെ തൊട്ടടുത്ത് പറയുമ്പോൾ നമ്മുടെ പോർട്ടിന്റെ അടുത്തു കൂടിയാണ് ഈ കപ്പലുകളെല്ലാം നമ്മൾ ഈ കാണുന്ന സൂയിസ് കനാൽ വഴി നിലവിൽ യൂറോപ്പിലേക്ക് പോകുന്ന ഒരു കപ്പൽ ചാലുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട്, നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിന്റെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട ആഴക്കടൽ പോർട്ടിൽപ്പെട്ട പോർട്ടാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. ലോ ടൈഡ്, ഈ ടൈഡ് വേരിയേഷൻ അല്ലെങ്കിൽ വേലിയിറക്ക റേഷ്യോ എന്ന് പറയുന്നത് വെറും 45 സെന്റിമീറ്റർ മാത്രമുള്ള നമ്മുടെ പോർട്ടിന്റെ ലൊക്കേഷന് പകരം വെക്കാൻ ലോകത്തിൽ തന്നെ വേറൊരു ലൊക്കേഷൻ ഇല്ല എന്ന് എടുത്തു പറയേണ്ടി വരും. അതിന് ഉത്തമ ഉദാഹരണമാണ് വളരെ ചുരുങ്ങിയ മാസം കൊണ്ട്, അതല്ലെങ്കിൽ 7-8 മാസങ്ങൾ കൊണ്ട് നമുക്ക് 460 കപ്പലിൽ നിന്നും 1 മില്യൺ ട്രാൻസ്ഷിപ്മെന്റ് മാത്രം പൂർത്തിയാക്കാനായി സാധിച്ചതും ഇതൊരു കാരണം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കപ്പലുകളുടെ ഒരു ശൃംഖല തന്നെ നമുക്കിവിടെ കാണാനായി സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ സൂയിസ് കനാൽ വഴിയും നമുക്ക് യൂറോപ്പിലേക്ക് പോകാം, അല്ലാതെ നമ്മൾ ഈ കാണുന്ന സൗത്ത് ആഫ്രിക്ക വഴി ചുറ്റിയും യൂറോപ്പിലേക്ക് പോകാം. ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ സൂയിസ് കനാൽ വഴി ചുറ്റി പോകുന്നതാണ്. അപ്പോൾ എല്ലാ കപ്പലുകളും നമ്മുടെ മുന്നിലൂടെ തന്നെയാണ് ഈസ്റ്റ് വെസ്റ്റ് സീയിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ലൊക്കേഷൻ പ്ലാൻ എടുക്കാൻ കാരണം നമ്മുടെ പോർട്ടിനെ ലക്ഷ്യമാക്കി നമ്മുടെ ഐർന സീരീസിലെ കപ്പൽ ഉൾപ്പെടെ അൾട്രാ ലാർജ് വെസലുകൾ നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ നമ്മുടെ പോർട്ടിലുണ്ടായിരുന്ന നമ്മുടെ പോർട്ടിൽ വന്നുകൊണ്ടിരുന്ന സർവീസായ ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസും MSCയുടെ ജേഡ് സർവീസ് ഉൾപ്പെടെയുള്ള സർവീസുകൾ നമ്മുടെ പോർട്ടിൽ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ് കപ്പലെന്നും കപ്പലിന്റെ ഡീറ്റെയിൽ എത്രയാണ് അല്ലെങ്കിൽ കപ്പലിന്റെ ഡ്രാഫ്റ്റ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് പോകാം ഡീറ്റെയിൽ ഷിപ്പ് ട്രാക്കിംഗ് വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ആദ്യമായി നമ്മൾ നോക്കുന്നത് MSC ലൊറേറ്റോയാണ്. MSC ലൊറേറ്റോയുടെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് നോക്കാം. കപ്പൽ ഇപ്പോൾ എവിടെ എത്തിയെന്നാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. നമുക്ക് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന റെഡ് ആരോ മാർക്കാണ് നമ്മുടെ MSC ലൊറേറ്റോ. ഇത് അൾട്രാ ലാർജ് വെസലാണോ എന്നറിയാൻ കപ്പലിന്റെ ഡീറ്റെയിൽ തന്നെ എടുക്കണം. ഇത് നമ്മുടെ മഡഗാസ്കർ കഴിഞ്ഞ് കപ്പൽ ഇപ്പോൾ ഈ കറക്റ്റ് പൊസിഷനിൽ എത്തിയിരിക്കുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പോർട്ടിലേക്ക് കപ്പൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എത്തും. കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാൻ നമുക്ക് നോക്കാം. കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കപ്പലിന്റെ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് അറിയാനായി സാധിക്കും. സ്പീഡ് എന്ന് പറയുന്നത് 22.1 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. അത് മാക്സിമം സ്പീഡ് തന്നെ ആയിരിക്കും കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ ജിബ്രാൾട്ടർ ടു തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ETA എക്സ്പെക്ടിംഗ് ടൈം ഫോർ അറൈവൽ എന്ന് പറയുന്നത് 6/9/2025 6 PM കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് എത്തുക. കപ്പലിന്റെ കറണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 12.7 മീറ്റർ ആണ്. അത് ഞാൻ ഇൻഫോം ചെയ്യുന്നത് 1/9/2025 12:39 ഞാൻ ഇൻഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഏത് പോർട്ടെന്ന് സംശയമുള്ളവർക്ക് നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന സ്പെയിനിന്റെ അടുത്തുള്ള ഈ പ്ലേസ് ആണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. ജിബ്രാൾട്ടർ എന്ന് പറയുന്ന ഈ സ്ഥലം, ഈ പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് ഈ കപ്പൽ വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് വന്നത് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നേരെ വന്നതിന് ശേഷം നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുകൂടി നമ്മുടെ ആഫ്രിക്ക, അതായത് സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് നമ്മുടെ മഡഗാസ്കർ വഴി നമ്മുടെ പോർട്ടിലേക്ക് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകണം. ഡീറ്റെയിലേക്ക് എന്ന് പറയുമ്പോൾ IMO നമ്പർ വരുന്നത് 9934-735. ഈ പറയുന്ന ഫ്ലാഗ് ലൈബീരിയ തന്നെയാണ്. ഇനി നമുക്ക് ഈ കപ്പൽ ബിൽഡ് ചെയ്ത് 12/4/2023 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് നമ്മുടെ MSC
ഈ പറയുന്ന ലൊറേറ്റോ എന്ന് പറയുന്ന ഷിപ്പ്. ഇനി ഷിപ്പിന്റെ ലെന്ത് നമുക്ക് നോക്കാം. 399.9 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. ബെർത്ത് അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത് 61.3 മീറ്ററാണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 22.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 18.86 മീറ്ററുമാണ്. മാക്സിമം സ്പീഡിൽ സഞ്ചരിക്കാൻ വന്ന 22.5 മീറ്ററാണ്. മാക്സിമം സ്പീഡ് തന്നെയാണ് കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24,232 TUVക്ക് അടുത്താണ്. അതായത് അടുത്തല്ല, കറക്റ്റ് പറഞ്ഞ 24,232 TUV ആണ് കണ്ടെയ്നർ കപ്പാസിറ്റി. അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന കപ്പൽ തന്നെയാണ്. അതിൽ 2026 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു അൾട്രാ ലാർജ് വെസലാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല കപ്പൽ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2,81,456 കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് എഞ്ചിൻ മേക്ക് ചെയ്ത HD ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡ് സൗത്ത് കൊറിയയിൽ ബിൽഡ് ചെയ്ത എഞ്ചിൻ മേക്ക് ചെയ്ത കപ്പൽ തന്നെയാണ്. ഇതിന് നമ്മുടെ ഈ പറയുന്ന ബോ ത്രസ്റ്ററും ആക്സിലറി എഞ്ചിനൊക്കെ ഉള്ള ബോ ത്രസ്റ്ററൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പവർ യൂണിറ്റ് വരെ വളരെ കൊടുത്തിട്ടുണ്ട്. അയർണ സീരീസിലെ കപ്പൽ തന്നെയാണ്. സിസ്റ്റർ ഷിപ്പ് MSC അയർണ എന്നുള്ള MSC ടർക്കിയ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാനായി സാധിക്കും. അത് മാത്രമല്ല ഈ കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്നതിന് ശേഷം അടുത്ത് പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് നോക്കാം. 6-ാം തീയതി നമ്മുടെ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 11-ാം തീയതി സിംഗപ്പൂർ പോർട്ടിലും 17-ാം തീയതി ഷാങ്ഹായിലും 28-ാം തീയതി പെർഷ്യൻ പോർട്ടിലും 3/10/2020 നിംബോയും 13/10/2020 യാൻചിലുമാണ് ഈ കപ്പൽ പോകുന്നത്. കപ്പലുടെ ഇനി അടുത്ത് പോകുന്ന പിന്നെ ഡീറ്റെയിൽ വരെ നമുക്ക് ഈ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത കപ്പലിലേക്ക് പോകാം. അടുത്ത കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് MSC ലണ്ടനാണ് അടുത്ത കപ്പൽ. നമുക്ക് ആ കപ്പലിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന്, ഇപ്പോൾ കപ്പൽ എവിടെ എത്തി എന്നാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് ആ ലൊക്കേഷനിലേക്ക് പോകാം. നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ എത്തിയെന്ന്. അതായത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട കപ്പൽ, അതായത് നമ്മൾ ഈ പറയുന്ന മഡഗാസ്കർ കഴിഞ്ഞെത്തിയെന്ന് പറഞ്ഞ അതേ ലൊക്കേഷനിൽ തന്നെയാണ്. അതായത് ആ കപ്പൽ കുറച്ചുകൂടി മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇത് മഡഗാസ്കർ കഴിഞ്ഞിട്ടില്ല, ആ ദ്വീപിന്റെ അടുത്ത് തന്നെയുണ്ട്. ദാ നമ്മുടെ ഈ കപ്പൽ MSC ലണ്ടൻ ഇവിടെയുണ്ട്. നിലവിൽ നമുക്ക് ലണ്ടനിലെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ഡീറ്റെയിലേക്ക് പോയാൽ അറിയാനായി സാധിക്കുള്ളൂ. കപ്പലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 17.5 മീറ്ററാണ്. നമ്മൾ ഈ പ്രദേശത്തോട്ട് പോകുന്ന കപ്പലുള്ള നല്ല സ്പീഡ് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ടർക്കി ടാക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, അതായത് നമ്മൾ ടർക്കി എന്നും നിലവിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ETA എന്ന് പറയുന്നത് 7/9/2025 ഈ പറയുന്ന 2 PM നമ്മൾ നേരത്തെ കണ്ട കപ്പലാണെങ്കിൽ ലൊറേറ്റ ആണെങ്കിൽ പിന്നെ 6/9 ആണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് ഈ കപ്പൽ എത്തുന്നത്. കാരണം വളരെ ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കപ്പലെത്തുന്നത്. ഒരു ദിവസത്തെ ഓടാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15 മീറ്ററാണ്. നല്ലൊരു ഡ്രാഫ്റ്റ് തന്നെയാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 1/9/2025 12:30 തന്നെയാണ് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അൾട്രാ ലാർജ് വെസലാണോ അല്ലേ ഒന്ന് അറിയണമെങ്കിൽ നമുക്ക് ഡീറ്റെയിലേക്ക് പോകണം. കപ്പലിന്റെ IMO നമ്പർ 96066302. ഫ്ലാഗ് പനാമ തന്നെയാണ്. ഇനി കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് 10/7/2014 ബിൽഡ് ചെയ്ത ഷിപ്പാണ്. കുറച്ച് പഴക്കം ചെയ്ത ഷിപ്പാണ്. ഏറ്റവും പുതിയ ഷിപ്പല്ല, എന്നാലും നമ്മുടെ പോർട്ടിൽ വരുന്ന ഏറ്റവും ആദ്യം തന്നെ, അതായത് ബിൽഡ് ചെയ്ത് ആദ്യം തന്നെ നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകൾ അപേക്ഷിച്ച് കുറച്ച് പഴക്കം ചെന്ന ഷിപ്പ് തന്നെയാണ്. ആ ഒരു വേരിയേഷൻ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കണ്ട് മനസ്സിലാക്കാം. അതായത് ഇനി നമുക്ക് കപ്പലിന്റെ ഓവറോൾ ലെന്ത് 399 മീറ്ററാണ്. ബെർത്ത് അല്ലെങ്കിൽ ബീം അല്ലെങ്കിൽ കപ്പലിന്റെ വീതി എന്ന് പറയുന്നത് 54 മീറ്ററും മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 29.9 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 17.43 മീറ്ററാണ്. മാക്സിമം സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്നത് 23 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഇപ്പോൾ നിലവിൽ 17 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഇപ്പോൾ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി, ഇവിടെയാണ് ആ പോയിന്റ് ഉള്ളത്. 16,652 TUV ആണ് കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇയറിലെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട 10/7/2014 ബിൽഡ് ചെയ്ത കപ്പൽ തന്നെയാണ്. ആ കപ്പലിന്റെ ഈ പറയുന്ന കണ്ടെയ്നർ കപ്പാസിറ്റി ഒന്ന് 16,000 ആണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട MSC ലൊറേറ്റ ആവട്ടെ ഏകദേശം 2023 ബിൽഡ് ചെയ്ത ഇതേ വലിപ്പമുള്ള ഷിപ്പിന് ഏകദേശം 24,346 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളപ്പോൾ അതേ വലിപ്പമുള്ള പഴയ കപ്പലിന് ഏതാണ്ട് 10 വർഷത്തോളം പുറകെ പഴക്കമുള്ള കപ്പലിന് 16,000 TUV മാത്രമുള്ളൂ. അതായത് പുതിയ വർഷങ്ങളിൽ ബിൽഡ് ചെയ്ത കപ്പലിന് കണ്ടെയ്നർ വെക്കേണ്ട കപ്പാസിറ്റി കൂടിയാണ്, ഡ്രാഫ്റ്റ് കൂടിയാണ് മിക്ക കപ്പലുകളും ബിൽഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ന്യൂ ഡിസൈനിലാണ്
എല്ലാ കപ്പലുകളും ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായി സാധിക്കും. അതിൽ 1400 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2,13,683 ആണ്. അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന സൗത്ത് കൊറിയയിൽ തന്നെയാണ് STX എഞ്ചിൻ കോർപ്പറേറ്റ് ലിമിറ്റഡ് സൗത്ത് കൊറിയയിലാണ് ഇതിന്റെ എഞ്ചിൻ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിൽ. ആക്സിലറി എഞ്ചിന്റെ ഡീറ്റെയിൽ എല്ലാം ഇതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ കപ്പലിന്റെ ഡീറ്റെയിൽ. 19 ക്രൂ മെമ്പേഴ്സാണ് കപ്പലിലുള്ളത്. ഇനി ആ കപ്പൽ നമ്മുടെ പോർട്ടിൽ വന്നിട്ട് വേറെ ഏത് പോർട്ടിലേക്കാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 15-ാം തീയതി സിംഗപ്പൂർ, 20-ാം തീയതി ജിയാമിൻ പോർട്ട്, 24 ജിയാങ്ങിൻ പോർട്ട്. ഇങ്ങനെ ചൈനയിലെ സിംഗപ്പൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചൈനയിലെ പോർട്ടിലേക്കാണ് ഈ കപ്പലുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് അടുത്ത 3ാമത്തെ കപ്പലിന്റെ ഡീറ്റെയിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. ആ കപ്പൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ കപ്പൽ MSC ചൈനയാണ്. MSC ചൈനയുടെ കറണ്ട് സ്റ്റാറ്റസ് ഇപ്പോൾ എവിടെ എത്തി എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇത് നമുക്ക് നോക്കാം. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ മലേഷ്യയുടെ മലാക്ക കടലിടക്ക് എത്തിയിട്ടില്ല. സിംഗപ്പൂർ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ പോർട്ടിൽ നിന്നായിരിക്കും നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ചൈനയിൽ നിന്ന് കപ്പൽ തന്നെ ആയിരിക്കും. സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്നത്. മലാക്ക കടലെടുക്ക് ലക്ഷ്യമാക്കി നമ്മുടെ കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ കപ്പലിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 13.9 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം എന്ന് വളരെ വ്യക്തമായി കാണാനായി സാധിക്കും. അതായത് യൂറോപ്പിൽ നിന്ന് കപ്പൽ വരുമ്പോൾ നമുക്ക് ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നാണെങ്കിൽ ചൈന അല്ലെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് വിഴിഞ്ഞം എന്നാണ് ഇപ്പോൾ ഡെസ്റ്റിനേഷനിൽ കാണിച്ചിട്ടുള്ളത്. ETA എന്ന് പറയുന്നത് 5/9/2025 1 PM ആണ്. ഇതിൽ 8 എന്നാണ് എഴുതിയിട്ടുള്ളത്. ചെറിയൊരു മിസ്റ്റേക്ക് വന്നതായിരിക്കാം നിലവിൽ. കപ്പലിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15.4 മീറ്റർ ഡ്രാഫ്റ്റ്. നല്ലൊരു ഡ്രാഫ്റ്റോട് തന്നെയാണ് നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത് 1/9/2025 1:11 PM ഞാൻ ഇൻഫോൺ റിസീവ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കപ്പൽ അൾട്രാ ലാർജ് വെസലാണോ ലാർജ് വെസലാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ MSC ചൈനയുടെ IMN നമ്പർ 9936642, ഫ്ലാഗ് ലൈബീരിയയാണ്. ഇനി കപ്പൽ ബിൽഡ് ചെയ്ത് 9/10/2023 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ്. ഇനി നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ 399.5 മീറ്റർ, അതായത് അൾട്രാ ലാർജ് കാറ്റഗറി പെടുന്ന ഷിപ്പ് തന്നെയാണ് MSC ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത്. ബെർത്ത് എന്ന് പറയുന്നത് 61.5 മീറ്റർ ആണ്. മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 33 ആണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് 33.2 മീറ്റർ. മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 18.39 മീറ്റർ ആണ്. മാക്സിമം സ്പീഡ് സഞ്ചരിക്കാൻ പറ്റുന്നത് 22.5 മീറ്റർ ആണ്. 17.5 മീറ്റർ ഓൾറെഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 24,116 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലിന് 2026 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന്റെ ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 2,72,131 ആണ്. ഇഞ്ചിനൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എവിടെയാണ് മേക്ക് ചെയ്യുന്നത് വളരെ നമുക്ക് നോക്കാം. ബോക്സ് ട്രസ്റ്റൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് 16 ക്രൂ മെമ്പേഴ്സാണ് ഇതിൽ ഉള്ളത്. ഇതാണ് നമ്മുടെ ഈ കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിൽ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന 3 വലിയ അൾട്രാ ലാർജ് വെസൽ. അതായത് ഇതിൽ അയർണ സീരീസിലെ കപ്പലും MSC ലൊറേറ്റ് ഉൾപ്പെടെ അയർണ സീരീസിലെ കപ്പലും നമ്മുടെ ഈ പോർട്ടിലേക്ക് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ പോർട്ടിൽ ഉണ്ടായിരുന്ന സർവീസ്, നേരത്തെ അല്ല ഇപ്പോഴും നിലവിലുണ്ട്, സർവീസ് ഒന്നും പോയിട്ടില്ല. MSC ജെയ്ഡ് സർവീസും ആഫ്രിക്കൻ എക്സ്പ്രസ് സർവീസിലെ കപ്പലുകളും നമ്മുടെ പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ധാരാളം കപ്പലുകളാണ് അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെ വന്നത്. അതിൽ 3 കപ്പലുകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളെ ട്രാക്ക് ചെയ്ത് കപ്പൽ ട്രാക്കിംഗ് സീരീസ് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളെയും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ട്രാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. കപ്പലിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കപ്പലിന്റെ കറണ്ട് പൊസിഷൻ ഉൾപ്പെടെ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽ ഉൾപ്പെടെ നമുക്ക് വളരെ അനായാസമായിട്ട് എടുക്കാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.